ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ടോ? സ്റ്റോർ റൂമിലേക്ക് ഒരു സാധനം എടുക്കാൻ പോയിട്ട് അതെന്തിനാണ് ഞാൻ ചെന്നതെന്നറിയാതെ അവിടെ അന്തം വിട്ട് നിൽക്കുക. ഗ്യാസ് സ്റ്റവ് ഓഫാക്കി റൂമിൽ പോയി കിടന്നതിന് ശേഷം ശരിക്കും ഞാനത് ഓഫാക്കിയിട്ടുണ്ടോ എന്നുള്ളത് വീണ്ടും ചെക്ക് ചെയ്യാം. അതേപോലെ ചാവി ഒരു സ്ഥലത്ത് വെച്ചിട്ട് അത് എവിടെ വെച്ചതെന്ന് ഓർമ്മയില്ലാതെ വീണ്ടും തിരഞ്ഞെടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ടോ? അതിനുള്ള കാരണം നിങ്ങൾ മൈൻഡ്ഫുൾ അല്ല എന്നുള്ളതാണ്. അതായത് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ, നമ്മൾ ഉദാഹരണത്തിന് അടുക്കളയിൽ നമ്മൾ പാചകം ചെയ്യുകയാണ്, അല്ലെങ്കിൽ കറിക്ക് നുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മളെ ബോഡി കൊണ്ട്, നമ്മളെ കൈ കൊണ്ട് നമ്മൾ ആ പണി എടുക്കുന്നുണ്ടാവും. നമ്മളെ മൈൻഡ് എന്ന് പറയുന്നത് ഒന്നുകിൽ പാസ്റ്റിലായിരിക്കും അല്ലെങ്കിൽ ഫ്യൂച്ചറിലായിരിക്കും. കഴിഞ്ഞ കാലത്ത് നമ്മൾ ആരെങ്കിലും കളിയാക്കിയതോ അല്ലെങ്കിൽ നമ്മൾ ഒരു സദസ്സിൽ വെച്ചിട്ട് അപമാനിക്കപ്പെട്ടതോ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയായിരിക്കും. അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നമുക്ക് സംഭവിച്ചേക്കാവുന്ന എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അത് ശരിക്കും നമ്മളെ ജീവിതത്തിൽ സംഭവിക്കും കൂടി ഉണ്ടാവില്ല. അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക. അതായത് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ബോഡീൻ്റെയും മൈൻഡിൻ്റെയും പൂർണ്ണ പ്രസൻസ് അവിടെ ഇല്ല. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് മൈൻഡ്ഫുൾ ആവാം? അത് കുറച്ച് ദിവസം കൊണ്ടൊന്നും പെട്ടെന്ന് ഉണ്ടാവുന്ന സംഭവമല്ല. അത് നമ്മൾ നിരന്തരമായി പ്രാക്ടീസ് ചെയ്യണം. അതിനുള്ള കുറച്ച് ടിപ്സാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അതായത് നമ്മൾ ചലിക്കുന്ന വസ്തുക്കളിലേക്ക് നോക്കിയിരിക്കുമ്പോൾ നമുക്ക് ഒരു സന്തോഷം ലഭിക്കും അല്ലേ? മഴത്തുള്ളികൾ ഇങ്ങനെ ഭൂമിയിലേക്ക് ഇറങ്ങുന്നത് കാണുമ്പോൾ, മഴ വർഷിക്കുന്നത് കാണുമ്പോൾ നോക്കിയിരിക്കുമ്പോൾ നമുക്ക് സന്തോഷം കിട്ടും. അതേപോലെ തന്നെ കാറ്റത്ത് മരങ്ങളിങ്ങനെ ആടി ഉലയുന്നത് കണ്ട് നോക്കിയിരിക്കുമ്പോൾ നമുക്ക് സന്തോഷം കിട്ടും അല്ലേ? അതായത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന വസ്തുക്കളിലേക്ക് നോക്കിയിരിക്കുമ്പോൾ നമ്മൾ മൈൻഡ്ഫുൾ ആകുന്നുണ്ട്. അപ്പോൾ എപ്പോഴും നമുക്കിങ്ങനെ പുറത്ത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന വസ്തുക്കളെ നോക്കിയിരിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ പിന്നെ അതിനുള്ള മാർഗം എന്ന് പറയുന്നത് നമ്മളെ ബോഡിയിൽ തന്നെ അങ്ങനെ മൂവ് ചെയ്യുന്ന കുറേ സംഭവങ്ങളുണ്ട് അല്ലേ? അതിന് ഉദാഹരണമാണ് നമ്മുടെ ഹൃദയമിടിപ്പ്, ശ്വാസോച്ഛ്വാസം, അതേപോലെ കണ്ണിൻ്റെ ഇമവെട്ടലൊക്കെ. അപ്പോൾ നമുക്ക് അതിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റുക നമ്മൾ ശ്വാസോച്ഛ്വാസത്തിലാണ്. അതായത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ശ്വസിക്കുക, അത് പ്രാക്ടീസ് ചെയ്യുക. അതായത് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നമ്മുടെ മൂക്കിൻ്റെ അറ്റത്ത് ഒരു തണുപ്പ് അനുഭവപ്പെടുന്നത് ശ്രദ്ധിക്കുക. ശ്വാസം പുറത്തേക്ക് എടുക്കുമ്പോൾ, പുറത്തേക്ക് വിടുമ്പോൾ മൂക്കിൻ്റെ അറ്റത്ത് ഒരു ചൂട് അനുഭവപ്പെടുന്നതായിട്ട് ശ്രദ്ധിക്കുക. ഇതിങ്ങനെ അനുഭവിച്ചുകൊണ്ട് ശ്വസിക്കുക. ഇത് സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് മൈൻഡ്ഫുൾ ആകാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വെള്ളം നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തേക്കും വരുന്നത്, ഓരോ ഭാഗവും ടച്ച് ചെയ്യുന്നത് നമ്മൾ ഫീൽ ചെയ്തുകൊണ്ട് കുളിക്കുക. ഇങ്ങനെയൊക്കെ നിരന്തരം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൈൻഡ്ഫുൾ ആകാൻ പറ്റും. അതായത് ഇപ്പോൾ നമ്മൾ ശ്വസനത്തിൽ ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ചിന്തകൾ വന്നിട്ട് ഡിസ്റ്റർബ് ചെയ്യും. അതായത് നമുക്ക്